വി എസ് എന്ന രണ്ടക്ഷരം മലയാളിക്ക് പോരാട്ടത്തിന്റെ പര്യായമാണ്. നാടുവാഴിത്തത്തിനെതിരായ സമരങ്ങളില് തുടങ്ങി കർഷകർക്കും തൊഴിലാളിവർഗത്തിനും പിന്നീട് പരിസ്ഥിതിക്കും സ്ത്രീ സമത്വത്തിനുമായി മാറ്റിവെച്ച 8 പതിറ്റാണ്ട്. അവസാന ശ്വാസം വരെ കർമ്മനിരതമായിരുന്നു ആ ജീവിതത്തിലെ ഓരോ നിമിഷവും. 4-ാം വയസ്സില് അമ്മ അക്കമ്മയെയും 11-ാം വയസ്സില് അച്ഛന് ശങ്കരനെയും നഷ്ടമായതോടെ 7-ാം ക്ലാസ്സില് ഔപചാരിക വിദ്യാഭ്യാസം അവസാനിച്ചു. തുടർന്ന് മൂത്ത സഹോദരന്റെ തുന്നൽക്കടയില് സഹായിയായും അതിനുശേഷം കയറ് ഫാക്ടറിയില് തൊഴിലാളിയായും അധ്വാനവർഗത്തിന്റെ ഉൾത്തുടിപ്പുകൾ അനുഭവിച്ചു. 17-ാം വയസ്സില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. കേരളത്തിലെ സാമൂഹിക ജീവിതത്തെ മാറ്റിമറിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനകീയ അടിത്തറ നൽകിയതുമായ പുന്നപ്ര വയലാര് പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു വി എസ്. 1957 ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിലെ അധികാരത്തിലെത്തുമ്പോൾ EMS സർക്കാരിന് മാർഗനിർദ്ദേശം നൽകാന് പാർട്ടി രൂപീകരിച്ച 9-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു വി എസ്. 83-ാം വയസ്സിലാണ് വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. കർഷക തൊഴിലാളി പെൻഷന് വർദ്ധിപ്പിച്ചതടക്കം ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും വി എസിനായി. 8 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും സംതൃപ്തി നൽകിയതെന്താണ് എന്ന ചോദ്യത്തിന് ജീവിതത്തിലുടനീളം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാനായി എന്ന ഉത്തരമാണ് വി എസ് നൽകിയത്. രാജ്യം കണ്ട മഹാനായ നേതാവിന് ജനമനസ്സുകളിൽ മരണമില്ല. അഭിവാദ്യങ്ങള്.